ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BCA പറ്റിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ BCA പറ്റിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് നോളജും മാത്രമല്ല ഒരു 7ഓളം വരുന്ന ആഡ് ഓൺ പ്രോഗ്രാംസിനെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ടോ, ഒരു അടിപൊളി സംഭവം നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ ഇരുന്ന് കണ്ടാൽ നിങ്ങൾക്കത് കാണാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. IT ഫീൽഡിലാണ് നിങ്ങളുടെ കരിയർ നിങ്ങൾ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ BCA നിങ്ങൾക്ക് ബെസ്റ്റ് ചോയ്സാണ്. മാത്രമല്ല BCAയിൽ 7ഓളം വരുന്ന ആഡ് ഓൺ പ്രോഗ്രാംസ് ഉണ്ട്. അത് നിങ്ങൾ ചൂസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു കരിയർ കിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാ BCA പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എവിടെ എത്താൻ വേണ്ടി സാധിക്കില്ല. പിന്നെ നിങ്ങളുടെ ഒരു ഡൗട്ടാണ് +2-ന് ഏത് സബ്ജക്റ്റ് എടുത്തവർക്കും BCA എടുക്കാൻ പറ്റും എന്നുള്ളത്. അതിൽ ഒരു ഡൗട്ടും വേണ്ട ഇനി, കാരണം BCA എടുക്കാൻ വേണ്ടിയിട്ട് ഏത് സബ്ജക്റ്റ് എടുത്തവർക്കും സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഒരു ഡൗട്ടായിട്ടുണ്ടാവും, ഒരു സാധാ BCA പഠിച്ചുകൊണ്ട് എവിടെ എത്തില്ല എന്നുള്ളത്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7ഓളം സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്കായിട്ടുണ്ട്. ഇപ്പോഴത്തെ പല കോളേജുകളിലും ആ ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ സ്പെഷ്യലൈസേഷൻ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ട് ഞാനൊരു 7 സ്പെഷ്യലൈസേഷനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇതൊക്കെ. നിങ്ങളുടെ ടേസ്റ്റും അഭിരുചിക്കും അനുസരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ BCAയിൽ നിങ്ങൾക്ക് 7ഓളം സ്പെഷ്യലൈസേഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്, സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്, ഡിജിറ്റൽ ഫോറൻസിക്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മളെ പിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നതാണ് എനിക്ക് വിശ്വാസം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം, അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക. കഠിനമായിട്ടുള്ള വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല, വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കണം. ഓക്കെ, അപ്പോൾ 7 പ്രത്യേകതകളും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസും ഞാൻ ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസുമാണ്. ഓക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുമ്പോൾ ഒരു ലോങ് വേർഡായിപ്പോയി. നമുക്ക് സിമ്പിളായിട്ട് AI എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കത്തും എന്താ സംഭവം എന്നുള്ളത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ക്രിയേറ്റേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര് AI വെച്ചിട്ട് ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ, എഡിറ്റേഴ്സിനൊക്കെ ഈ പറയുന്ന പോലെ എഡിറ്റേഴ്സിനൊക്കെ കുറച്ച് റിസ്ക് ആണ്. പലരും ജോലി സാധ്യതകൾ വരെ നഷ്ടപ്പെടുത്തുന്ന സംഭവമാണ് AI അല്ലേ. അപ്പോൾ എങ്ങനെയാണ് AI വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം സിമ്പിളായിട്ട്. ഇന്ന് നമ്മളുടെ മനുഷ്യൻ്റെ ബ്രെയിനിന് ഏതൊക്കെ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നു ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ലെവലിലൊക്കെ കമ്പ്യൂട്ടറിനെയും സോഫ്റ്റ്വെയറിനൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു നൂതനമായിട്ടുള്ള ടെക്നോളജിയാണ് ഈ പറയുന്ന AI എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിൽ ഓപ്പർച്യൂണിറ്റീസും വളരെ കൂടുതലാണ്. ChatGPT, DeepSeek, Gemini പോലുള്ള സോഫ്റ്റ്വെയർസൊക്കെ ഇതിനൊരു എക്സാമ്പിളാണ്. AIനെ പറ്റിയിട്ട് ഇപ്പോൾ തന്നെ ഇൻട്രൊഡക്ഷനിൽ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി വരാൻ പോകുന്ന വേൾഡ് AI ക്രിയേറ്റഡ് ആണ്. അപ്പം ഇപ്പോഴത്തെ ആളുകൾ അവരുടെ ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് AIനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ. അപ്പോൾ അടുത്തതാണ് മെഷീൻ ലേണിംഗ്. AIനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കാൻ AIനെ സഹായിക്കുന്നത് മെഷീൻ ലേണിംഗ് ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇതൊരു ലേണിംഗ് പ്രോഗ്രാമാണ്. പല രീതിയിലുള്ള അൽഗോരിതങ്ങളിലൂടെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒരു AI ടൂളിൻ്റെ ഡിസിഷൻ എടുക്കാനുള്ള കഴിവ്, അതുപോലെ കേപ്പബിലിറ്റി, ഇതെല്ലാം ഈ ഒരു ലേണിംഗ് പ്രോസസ്സിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇത്ര തന്നെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും AIക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിനും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം, ടെസ്ല സെൽഫ് ഡ്രൈവിംഗ് കാറ്, അതുപോലെ നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ സിസ്റ്റം, ഇതൊക്കെ ഇതിനൊരു എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഡാറ്റ സയൻസ്. സിമ്പിളായിട്ട് ഞാൻ പറയാം, സ്ട്രക്ചർ ഉള്ളതും സ്ട്രക്ചർ ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഡാറ്റാബേസുകളും പല സാധനങ്ങൾ നമ്മളുടെ ഒരു സംഭവത്തിലുണ്ട്. ഒരു ബോക്സിൽ പല സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്തെടുക്കുന്ന ഒരു അൽഗോരിതം പ്രോഗ്രാമാണ് ഈ പറഞ്ഞ ഡാറ്റ സയൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാര്യം മനസ്സിലായില്ലേ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. കഴിഞ്ഞ മെഷീൻ ലേണിങ്ങിനെ സാധ്യമാക്കുന്നത് ഈ പറഞ്ഞ സംഭവം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഡാറ്റ സയൻസ് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഫീൽഡുകൾ നമുക്ക് പരിചയപ്പെടാം. ഡാറ്റ മൈനിങ്, ഡാറ്റ അനലിറ്റിക്സ്, ബിസിനസ് ഇൻ്റലിജൻസ്, ബിഗ് ഡാറ്റ. അപ്പോൾ നമ്മളുടെ നാലാമത്തെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കമ്പ്യൂട്ടിംഗ് ചെയ്യുന്ന ഒരു രീതിയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി പഴയ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാർഡ് ഡിസ്കോ മെമ്മറി കാർഡോ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ സ്റ്റോറേജ് സ്പേസ് ചെയ്യാൻ വേണ്ടി ചെയ്യാറുള്ളത്.
അപ്പോൾ ഈ ഒരു രീതി അനുസരിച്ച് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എത്ര വലിയ ബിഗ് ഡാറ്റ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ക്ലൗഡിൽ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ് എന്താണെന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ലോകത്തിൻ്റെ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റോറേജ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു യൂസ് എന്ന് പറയുമ്പോൾ. അതുമാത്രമല്ല, എത്ര വലിയ ബിഗ് സൈസുള്ള സ്റ്റോറേജ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഇന്ന് ലോകത്തുള്ള എല്ലാ കമ്പനികളും ക്ലൗഡ് കമ്പ്യൂട്ടിങ് ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അത് തന്നെയാണ് നമ്മളെ ഇവിടെയുള്ള ഏറ്റവും വലിയ ജോലി സാധ്യത. ഇതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം, ആമസോൺ വെബ് സർവീസ്, മൈക്രോസോഫ്റ്റ്, അതുപോലെ ഗൂഗിൾ ക്ലൗഡ്, ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് ഇത് ആശ്രയിച്ച് പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ 4 ആഡ് ഓൺ പ്രോഗ്രാംസ് പരിചയപ്പെട്ടു. ഇനി 5ാമത്തെ എത്തിക്കൽ ഹാക്കിംഗ് ആണ്. എത്തിക്കൽ ഹാക്കിംഗ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. കൂടി വരുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ എന്തായാലും ഒരു എത്തിക്കൽ ഹാക്കറിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ് ഓരോ കമ്പനിയിലും. ഒന്നിലധികം എത്തിക്കൽ ഹാക്കേഴ്സിനെ ഇപ്പോൾ ഓരോ കമ്പനികൾ ഹയർ ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് നിങ്ങളുടെ ജോലി സാധ്യത. ഒരു മാലീഷ്യസ് ആയിട്ടുള്ള ഹാക്കർ ഒരു കമ്പനിയുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റകൾ ഹാക്ക് ചെയ്യുന്നതിന് മുന്നേ അത് കണ്ടുപിടിച്ച് തടയുക എന്നുള്ളതാണ് ഒരു എത്തിക്കൽ ഹാക്കറുടെ ചുമതല. അപ്പോൾ 6ാമത്തെയാണ് സൈബർ സെക്യൂരിറ്റി. എത്തിക്കൽ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ബ്രാഞ്ച് തന്നെയാണ് ഈ പറഞ്ഞ സൈബർ സെക്യൂരിറ്റി. കൂടി വരുന്ന മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഉപയോഗം ഒരുപാട് സൈബർ ക്രൈമുകളാണ് ദിനംപ്രതി വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സൈബർ സെക്യൂരിറ്റിയുടെ മെയിൻ ഉദ്ദേശം തന്നെ. അപ്പോൾ ഇത് തന്നെയാണ് ഓരോ സ്റ്റുഡൻസിനെയും ഈ ഒരു കോഴ്സിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഏറ്റവും അവസാനത്തെ ആഡ് ഓൺ പ്രോഗ്രാമാണ് ഡിജിറ്റൽ ഫോറൻസിക്. അപ്പോൾ ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങളും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ഡാറ്റയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തെടുക്കുന്ന ഒരു ഫോറൻസിക് സയൻസിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിജിറ്റൽ ഫോറൻസിക് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം. നിങ്ങൾക്ക് എക്സാമ്പിൾ ഓരോ കുറ്റകൃത്യങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഓരോ മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ റിക്കവർ ചെയ്തെടുത്തിട്ട് ഒരുപാട് ഡാറ്റ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഓരോ കുറ്റകൃത്യങ്ങളൊക്കെ തെളിയിക്കുന്ന നിങ്ങൾക്ക് ഓരോന്ന് കാണാൻ പറ്റുന്നില്ലേ? ഇത് തന്നെയാണ് സംഭവം, സിമ്പിൾ. ഇൻവെസ്റ്റിഗേഷനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആഡ് ഓൺ പ്രോഗ്രാമാണിത്. നേരത്തെ പറഞ്ഞ പോലെ എത്തിക്കൽ ഹാക്കിംഗ് പോലെ തന്നെ വളരെ നൈസായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ BCAനെ പറ്റിയിട്ടും BCAയുടെ 7ഓളം വരുന്ന ആഡ് ഓൺ പ്രോഗ്രാംസിനൊക്കെ പറ്റിയിട്ട് നമ്മൾ ചെറിയ രീതിയിൽ മനസ്സിലാക്കി. ഇതിനെക്കാട്ടൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നല്ലൊരു കോളേജ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. നല്ലൊരു പ്രാക്ടിക്കൽ നോളജും അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ക്യാമ്പസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കോളേജ് കിട്ടുക എന്നുള്ളത് ഏതൊരു വിദ്യാർത്ഥിനെ പറ്റിയിട്ടും സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം തന്നെയാണ്. കാരണം 3 വർഷം നമ്മളവിടെ പഠിക്കാൻ പോണതാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടും നല്ല കോളേജ് ഏതാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കാം. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൊടുക്കാം. നിങ്ങളെന്തായാലും വാട്സപ്പിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണെങ്കിലും അവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷ വാർത്തയാണ്. നമ്മൾ വഴി അഡ്മിഷൻ എടുക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് ഫ്രീ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു അക്കാദമിക് ഇയറിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.